നമസ്കാരം. ഇന്നലെ എറണാകുളത്ത് ഒരു ഹോട്ടലിൽ പാലാരിവട്ടത്തെ പാരഡൈസ് ഹോട്ടലിൽ അവിടെ ഒരു സെക്യൂരിറ്റി വന്നു. അയാളവിടെ സ്ഥിരം വരുന്നതാണെന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. അപ്പം അയാൾ അവിടെ നിന്നില്ല, അവിടെ സപ്ലയറോട് ലേശം കയർത്ത് സംസാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളവിടെ പുതിയതായിട്ട് വന്ന സപ്ലയറാണ്. അതിന് മുമ്പ് വന്ന സപ്ലയറും ഉണ്ട് അവിടെ. കൊല്ലങ്ങളായിട്ട് ഒരു വർഷത്തോളം ഒക്കെ ആയിട്ട് നിൽക്കുന്ന സപ്ലയർമാരും ഉണ്ട് അവിടെ. അപ്പോൾ ഇയാൾ നൈറ്റ് ഡ്യൂട്ടിക്ക് അവിടെ പോവുകയാണ്, ഈ സെക്യൂരിറ്റി. അപ്പോൾ അയാൾ ഇന്നലെ അവിടെ വന്നിട്ട് ചോറ് അവിടെ പൊതി അഴിച്ചു വെച്ചിട്ട്, അയാളുടെ ചോറും പൊതി അവിടെ അഴിച്ചു വെച്ചിട്ട് അയാൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അവിടുന്ന് എഴുന്നേറ്റ് പോരുന്ന സമയത്ത് ആ ഭക്ഷണപ്പൊതി ചുരുട്ടി അവിടെ ഒരു കവറിലാക്കി അവിടെ വെച്ചു. എന്നിട്ട് അയാൾ ബാത്റൂമിൽ പോയി. അപ്പോൾ അയാൾ മുങ്ങിയെന്ന് എഴുതിയിട്ട് നോക്കുമ്പോൾ അയാളെ ബാത്റൂമിലാണ്. തിരിച്ചു വരുമ്പം ഈ സപ്ലയറോട് അയാളോട് ചോദിച്ചു, ആ പൊതി എന്താ അവിടെ നിന്ന് എടുക്കുന്നത്? അത് ഞാൻ ചോറ് തിന്ന പൊതിയാണ്, അത് വേസ്റ്റാണ്, അത് നിങ്ങളെടുക്കേണ്ടി വരും. സാധാരണ അവിടുത്തെ ക്ലീനേഴ്സുമാരാണ് പൊതി എടുക്കൽ. അതെന്തോ ആയിക്കോട്ടെ. ഞാൻ ചോദിച്ചു, ആ പൊതി അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് ആരെടുക്കുക? അപ്പം അയാൾ പറയാണ്, നിങ്ങളിവിടെ പുതിയതായിട്ട് വന്നതല്ലേ, നിങ്ങൾ ഇന്ന് 2 ദിവസമില്ലായിട്ടുള്ളൂ വന്നിട്ടുള്ളൂ, ഞാൻ ഇവിടെ കാലങ്ങളായിട്ട് നിൽക്കുന്നതാണ്, ഇയാളൊന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞ രീതിയിൽ. അപ്പോൾ തിരിച്ച് സപ്ലയറും പറഞ്ഞു, നിങ്ങളും പൊക്കോ എന്ന് പറഞ്ഞു എന്ന രീതിയിൽ. താൻ പോകണമെന്നുള്ള രീതിയിൽ അയാൾ ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ താൻ പോകണമെന്ന് അങ്ങോട്ടും പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്യൂരിറ്റികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചിലർ മര്യാദയുണ്ട്, ചിലർ ഭയങ്കര അഹങ്കാരികളാണ്. ഇപ്പോൾ ഞാനും കുറേ കാലമൊക്കെ സെക്യൂരിറ്റി ഫീൽഡിൽ വർക്ക് എടുത്തതാണ്. അത് നമ്മളൊന്നും ഇതുപോലൊന്നും ഹോട്ടലിൽ കയറിയിട്ട് അവിടെ ഇരുന്നിട്ട് ആ ഭക്ഷണപ്പൊതി തിന്നിട്ട് അവിടെ നിന്ന് എടുക്കാതെ പോന്നിട്ടില്ല. കാരണം അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഒന്നെങ്കിൽ നമ്മൾ ഹോട്ടലിൽ നിന്ന് ചോറ് കഴിക്കും, അതല്ലെങ്കിൽ ഫുഡ് പറഞ്ഞു പറ്റി റൂമിൽ നിന്ന് കഴിക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ ഇവൻ വല്ലാതെ അങ്ങോട്ട് വലിയ ആളാകുക. പോലീസുകാർക്ക് പോലും ഇല്ല ഇത്ര പവർ. വെറുതെ സെക്യൂരിറ്റികൾക്ക് അവിടുന്ന് അടി കിട്ടുന്നതെന്ന് പറഞ്ഞു, മർദ്ദനം എന്ന് പറഞ്ഞു. ഇന്നലെ ഏതൊരു ജനറൽ ഹോസ്പിറ്റലിലോ ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോ ഇവിടെ പോയിട്ട് അവിടുത്തെ സെക്യൂരിറ്റികൾക്ക് അവിടുത്തെ രോഗികളുടെ പേഷ്യൻ്റെ അടുത്ത് നിന്ന് അടിയേറ്റ ചരിത്രമൊക്കെ ഉണ്ട്. കാരണം അവരോട് കയർത്ത് സംസാരിച്ചു എന്നുള്ളത്. എന്ന് പറഞ്ഞ പോലെ ഇവൻ എവിടെ വല്ല തുണിക്കടയിലോ ഹോസ്പിറ്റലിലോ എവിടെയെങ്കിലും ആവും. അപ്പം പിന്നെ ഹോട്ടലുകാരോട് പറഞ്ഞപ്പോൾ പ്രശ്നം ഒഴിവാക്കിയിടാൻ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്ഥിരമായിട്ട് വരുന്നവനാവും, അതുകൊണ്ടാവും. അതല്ലെങ്കിൽ മനഃപൂർവ്വം ഒരു സീൻ ഉണ്ടാക്കേണ്ടതല്ലോ എന്ന് വെച്ചിട്ടാവും. എന്തായാലും അപ്പോൾ അയാൾ സപ്ലയറൊന്നും മിണ്ടില്ല. ആ സപ്ലയർ ഞാൻ തന്നെയാണ്, വേറെ ആരുമില്ല. മനസ്സിലായില്ല? അപ്പോൾ എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലുണ്ടാകുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പിന്നെ വിമർശിക്കണമെന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ട് വിമർശിക്കാം. ഇനി അവൻ എന്ത് കേസായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നവുമല്ല. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെ ചില അഹങ്കാരം പിടിച്ച നാറികളുണ്ട് സെക്യൂരിറ്റികളൊക്കെ ആയിട്ട്. ഇവനെയൊക്കെ തല്ലിക്കൊല്ലേണ്ട സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. ഞാൻ പിന്നെ എന്താ വെച്ചാൽ ഇവനവിടെ കാലങ്ങളായിട്ടും അവിടുത്തെ ഹോട്ടലുകാരായിട്ടൊക്കെ ഉള്ള ഒരു പരിചയം കൊണ്ടാണ് ഒന്നും മിണ്ടാണ്ട് വരുന്നത്. അതല്ല ഇവൻ പറഞ്ഞ വർത്തമാനത്തിന് വേണ്ടിയിട്ട് അപ്പം അന്നേരം കൊട്ടു കൊടുക്കണ്ടേ, അടിച്ചിട്ട് അവരെ ചെവിട്ടക്കുറ്റി പൊട്ടിക്കേണ്ടതാണ്, അവരെ ചെവിടിൻ്റെ സിൽവർ കളക്കി വിടേണ്ടതാണ്. മനസ്സിലായില്ലേ? അതെൻ്റെ ഒരു മര്യാദ, പിന്നെ ഞാൻ ചെയ്യാതിരുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഇതെല്ലാ സെക്യൂരിറ്റികൾക്കും ഒരു പാഠമാണ്. ഈ സെക്യൂരിറ്റി കമ്പനികൾ ഇത് ആലോചിക്കേണ്ടതാണ്. എവിടെ നിന്നാണ് തല്ല് കിട്ടേണ്ടതെന്ന് അറിയില്ല. സെക്യൂരിറ്റി കമ്പനികൾ പിന്നെ ഇളകുകാര എന്തെങ്കിലും സെക്യൂരിറ്റികൾക്ക് അടി കിട്ടിക്കഴിഞ്ഞാൽ. കാരണം വെച്ചാൽ സെക്യൂരിറ്റികളുടെ വായിൽ നാവിൻ്റെ ദോഷം കൊണ്ട് തന്നെയാണ് അവർ പറയുന്നത്. ശരിയാണ്. എവിടെയും സംസാരിക്കുന്നിടത്ത് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇന്നലെ എന്നോട് സംസാരിച്ച പോലെ വേറെ ഒരാളോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അടി അപ്പോൾ പൊട്ടിയെന്ന് പറഞ്ഞാൽ മതി. ഞാൻ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാനും കുറേ കാലം ഈ സെക്യൂരിറ്റി ഫീൽഡിൽ വർക്ക് ചെയ്തതാണ്. അപ്പോൾ സെക്യൂരിറ്റിയുടെ ബുദ്ധിമുട്ട് നമുക്കറിയാം. പക്ഷേ എന്ന് പറഞ്ഞ പോലെ വേണ്ടാത്ത രീതിയിലുള്ള വർത്തമാനം ഒരാളോടും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവന് 2 കിട്ടേണ്ടത് കുറവാണെന്നുള്ള മനസ്സിലായി. പക്ഷേ ഇനി എന്തെങ്കിലും അവൻ അവിടെ നിന്ന് ചടിച്ച് കഴിഞ്ഞാൽ 2 കൊടുക്കാനുള്ള കണക്കൂട്ടല്ലേ ഞാനും ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി വേറൊന്നും പറയാനില്ല. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ശരിയെന്ന് നിർത്തുന്നു. ഓക്കെ. ഇതെല്ലാം സെക്യൂരിറ്റികൾക്കും ഒരു പാടാണ്. കണ്ടറിഞ്ഞ് നിന്ന് അവന് മാസം എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടുന്ന 10-15,000 ഒക്കെ അവനൊക്കെ സാലറി കിട്ടുന്നത്. അപ്പോൾ അഹങ്കാരം കാണിക്കുന്നതോ ഒരു 1.5 ലക്ഷം രൂപ സാലറി കിട്ടുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ ഒരു അഹങ്കാരമാണ് കാണിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു പോലീസുകാർക്ക് പോലും ഇല്ല ഇത്ര ഡിമാൻഡ്. എന്നിട്ട് അവൻ കിടന്നിട്ട് ഈ എവിടുത്തെ എവിടെ കിടന്ന് പെറുക്കുക എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ എന്തായാലും ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഹോട്ടലുകാരുണ്ടെന്നും പോലില്ല, അവിടെ ഇട്ട് കൂട്ടും. അത് ഉറപ്പാണ്. അത് കണക്കാക്കി തന്നെയാണ് നിൽക്കുന്നത്. ശരിയെന്ന് നിർത്തുന്നു. നോക്കാം.